ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് ഇന്നാണ് നമുക്ക് ആ പ്ലാനിങ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതാ നമ്മൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകുക കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതിനെക്കൊണ്ട് എല്ലാവരും എന്താ പറയുക, എല്ലാവർക്കും പോകാനൊന്നുമില്ല. കുട്ടികളൊക്കെ സ്കൂളൊക്കെ അടച്ചതിനെ കൊണ്ട് നമ്മൾ എന്തായിട്ടും പോകാമെന്ന് വിചാരിച്ചു. ഇത് ഒരുപാട് കാലമായിട്ടോ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ പ്ലാനിങ് പ്രോപ്പറായി നടക്കുന്നുണ്ട്, പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച പിടിയിലെ നമ്മളിതാ വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട്ടിൽ വണ്ടർ ഹിൽസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടിലേക്കാട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ റിസോർട്ട് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പുറത്ത് വഴിയിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് കഴിക്കുക കേട്ടോ ഉണ്ടായിരുന്നേ. ഫുഡ് കൊണ്ടുപോയതാണ്. നമ്മളിന്നൊരു പുറത്തുനിന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചാട്ടോ. അത് നല്ലൊരു വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് പോകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷനായിട്ട് പോയതാട്ടോ നമ്മളവിടെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. അത്രയും അടിപൊളിയായിട്ടുള്ള റിസോർട്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടർ ഹിൽസ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഇത് വയനാട്ടിലാണ് വരുന്നത് കേട്ടോ. വയനാട്ടിൽ ആലക്കൽ പാറക്കെട്ട് ആ ഒരു സ്ഥലത്താട്ടോ വരുന്നത്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ അങ്ങ് ടോപ്പിലാട്ടോ, നമ്മൾ ഒരു ഹില്ലിൻ്റെ ടോപ്പിലാണ് നമ്മൾ. അതിൻ്റെ അടുത്ത് കൂടെ വീടുകളോ ഒന്നും ഇല്ല. ഫുൾ തേയിലത്തോട്ടം, കാട് അങ്ങനെയൊക്കെ ആട്ടോ. അത് ഭയങ്കരമായിട്ടൊരു കാംഫുൾ നാച്ചുറായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു നമ്മൾ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള റിസോർട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിലേക്ക് ഈ ഒരു റിസോർട്ടിലേക്ക് എത്തിപ്പെടാനുള്ള വഴി കുറച്ചൊരു അഡ്വഞ്ചറായിരുന്നു കേട്ടോ. കുത്തനുള്ള കയറ്റമായതിനെ കൊണ്ട് ഇരു സൈഡ് വലതുഭാഗത്ത് കൊക്കയും ഈ ഭാഗത്ത് ഇടതുഭാഗത്ത് തേയിലക്കാടും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ കണ്ണടച്ചിട്ട് പേടിച്ചിട്ടാട്ടോ പോയത്. കാരണം എനിക്ക് അത്രയ്ക്കും പേടിയുണ്ടായിരുന്നു. കാരണം വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ കൊക്ക കറക്റ്റ് നല്ല താഴ്ചയിലേക്കുള്ളൊരു കൊക്കയായിരുന്നു കേട്ടോ. പക്ഷേ സേഫായിട്ട് അവിടെ എത്തി. വണ്ടിയൊക്കെ പോകുന്നൊരു ഏരിയ കേട്ടോ. നമ്മൾ ട്രാവലറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് നല്ല അടിപൊളിയായിരുന്നു. കണ്ടില്ലേ നിങ്ങൾ, ആ സൈഡിലേക്കൊക്കെ നല്ല താഴ്ചയാണ്, കൊക്ക സൈഡാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ആരും ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ട്രാവൽ ചെയ്ത് നമ്മൾ അത്യാവശ്യം 2-2.5 മണിക്കൂർ നമുക്ക് വീട്ടിൽ നിന്ന് ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ബുദ്ധിമുട്ടായി തോന്നി. നമ്മൾ ചുരം വഴിയല്ല പോയിട്ടുണ്ടായിരുന്നത്, നമ്മൾ കുറ്റ്യാടി വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ചുരം വഴി പോകുമ്പോൾ കുറച്ചുകൂടി ട്രാവൽ ചെയ്യാണ്ടാവും. കുറ്റ്യാടി ആകുമ്പോൾ കുറച്ച് എളുപ്പത്തിൽ എത്താമല്ലോ വിചാരിച്ചിട്ടോ നമ്മൾ അങ്ങനെ ആ ഒരു വഴിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുരങ്ങന്മാരൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നിട്ടും കുരങ്ങന്മാരൊന്നും കണ്ടില്ല. അപ്പോൾ ഭയങ്കര മിസ്സിങ് ആയിപ്പോയി കുരങ്ങന്മാരെ കാണാൻ പറ്റാതെ. കാരണം വയനാട്ടിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം കുരങ്ങന്മാരെയാണല്ലോ കാണുക. അപ്പോൾ ഇതാട്ടോ റിസോർട്ട്. അടിപൊളിയാണ്, നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. അടിപൊളിയായിട്ടോ, നല്ല ആംബിയൻസാണ്. ഇപ്പോഴത്തെ ആംബിയൻസ് അല്ല, രാവിലെ നേരത്തെ ഒരു 5:30-6 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ വ്യൂ നമുക്ക് ഭയങ്കര രസമാട്ടോ. നിങ്ങൾ എന്തുണ്ട് വിസിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും എല്ലാം ഞാനിതാ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമുക്കിത് ആ ടോപ്പിൽ നിന്ന്, ഹില്ലിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ഏരിയയും നമുക്കിങ്ങനെ കാണാം കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തൊരു പ്രീമിയം റിസോർട്ടല്ല, എന്നാലും അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു നല്ലൊരു റിസോർട്ടാട്ടോ. ഞാൻ എന്തായിട്ടും ഒരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ റിസോർട്ട്. ഇതിൻ്റെ കോലായൊക്കെ എന്തൊരു ഭംഗിയാണ്. പണ്ടത്തെ ഈ എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ടുള്ള കോലായി, ചാരു കസേര, തൂണുകൾ, നല്ല രസമുണ്ട്. നമുക്ക് നല്ലൊരു ഹോംലി ഫീലും കിട്ടും കേട്ടോ. നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പാട്ടോ. ഒരു ദിവസം പറയുമ്പോൾ അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഇങ്ങോട്ടേക്ക് വരിക, അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ദിവസം അവിടെ നിൽക്കണം എന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. അത്രയും നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, അതൊരു സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റിസോർട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഹോളാണ്. പിന്നെ പിന്നെ ഒരു ലിവിങ്ങും ഡൈനിങ്ങും അങ്ങനെയാട്ടോ. പിന്നെ 3 ബെഡ്റൂംസ് ഉണ്ട്, അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ഓരോ ബെഡ്റൂമിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, റോസ്, ലില്ലി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ച ബെഡ്റൂമിനായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള റിസോർട്ടാട്ടോ. നമുക്ക് നല്ല നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു കിച്ചണുണ്ട്. കിച്ചണിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, നമുക്ക് കിച്ചൺ അവർ വിട്ടു തരില്ല, ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരുണ്ടാക്കി തരും, നമുക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഏരിയ ആണ് ഇതിൻ്റെ അപ്സ്റ്റെയർ, മുകളിലുള്ള ആ റൂം കേട്ടോ.
അമ്മ അടിപൊളിയാണ്. ഇത് എ സിയാണ് വരുന്നത്. പിന്നെ ബെഡൊക്കെ അടിപൊളിയാണ്. ഫുള്ളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ആ റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. കവറിങ് ആയിട്ടുള്ളൊരു ബാൽക്കണി കേട്ടോ. അതാണ് ആ റിസോർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാ സ്ഥലവും നമുക്ക് നന്നായിട്ട് കാണാം കേട്ടോ. നമ്മൾ ആദ്യം വേഗം കയറിയത് ഇങ്ങോട്ടേക്കാണ്. കാരണം നമുക്ക് അവർ പിക്ചേഴ്സൊക്കെ അയച്ചു തന്നപ്പോൾ നമുക്ക് വേഗം അവിടെ കയറണം എന്നായിരുന്നു ആദ്യം മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നത്. നന്ദൂട്ടി ഇവിടെ ഭയങ്കര ഹാപ്പി ആട്ടോ. അവൾ ആദ്യത്തെ ട്രിപ്പാണ്. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ഇവിടെ മുറ്റം എന്ന് പറയുന്നത് ഫുൾ ഗ്രാസാട്ടോ, പുല്ലാണ്. അപ്പം നമുക്ക് മണ്ണല്ല, പുല്ലാണ് വരുന്നത്. അപ്പം നമുക്ക് നന്ദൂട്ടി കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ. പിന്നെ കുറേ നേരം നടന്നു. ഞങ്ങൾ കുറേ കൈ പിടിച്ച് നടത്തി. അവൾക്ക് എന്നിട്ട് ആ പുല്ലിൽ കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ടോ. അവൾക്ക് കണ്ടില്ലേ, അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ചാരൂട്ടി ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട്. അവൾ നന്ദു അവിടെ നിന്ന് എഴുന്നേൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം അവിടെ തന്നെ ഇരുന്ന് കളിപ്പായി. അവസാനം അമ്മ അവിടെ ഇരുന്ന് കുറേ നേരം നോക്കിയിരുന്നു. ഞങ്ങളെല്ലാവരും അവളങ്ങനെ കളിപ്പിക്കുക. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ കളിക്കുന്ന ഇങ്ങനെയൊക്കെ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടാലേ അവൾ ഇങ്ങനെയൊക്കെ കളിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ അവളെ കളിയൊക്കെ കണ്ട് പിന്നെ നമ്മൾ എല്ലാ ഭാഗവും വന്നപ്പം തന്നെ നമ്മൾ ഒന്ന് ഓടി നടന്ന് കണ്ടു കേട്ടോ. ഇവിടെ നമുക്ക് പൂളുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പൂളാണ്. കിഡ്സിന് വേറെ ഉണ്ട്, അതുപോലെ അഡൽട്ട്സിന് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത പൂളാണ്. പിന്നെ നമുക്കിങ്ങനെ ഊഞ്ഞാലുണ്ട്, അതുപോലെ ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ളതുണ്ട്, പ്ലേ ഏരിയ, കിഡ്സിൻ്റെ പ്ലേ ഏരിയ, ചെറിയ രീതിയിലൊരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ പൂളാണ് നമുക്ക് മെയിനായിട്ട് പൂളാട്ടോ. നമ്മൾ വന്ന് കുറച്ച് നേരം ഒരു മുക്കാൽ മണിക്കൂറൊന്നും എല്ലാം ഓടി നടന്ന് കണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ എല്ലാവരും ഡ്രസ്സ് മാറി പൂളിലേക്കാട്ടോ പോയത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. എല്ലാവരും പൂളിലേക്ക് ഇറങ്ങാനുള്ള മൈൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇതാ പൂളിലേക്ക് പോകുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വേനൽ ടൈമിലാണ് പോയത്, ഒരു ഏപ്രിൽ മാസത്താണ് പോയത്. അപ്പോൾ തണുപ്പ് വലിയ രീതിയിലൊന്നുമില്ല കേട്ടോ. വയനാടിനെയും ഈ ചൂട് ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വലിയ തണുപ്പൊന്നുമില്ല. നമ്മൾ സ്വെറ്ററൊക്കെ കൊണ്ടാണ് പോയത്. നല്ല തണുപ്പായിരിക്കും എന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ അങ്ങനത്തെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ രീതിയിലൊരു തണുപ്പേ ഉണ്ടായിരുന്നു. ആ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. കാരണം വയനാട്ടിലൊക്കെ പോയാൽ നല്ല തണുപ്പല്ലേ, നല്ല രസമല്ലേ. പക്ഷേ തണുപ്പ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതെല്ലാവരും പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അപ്പോഴത്തേക്ക് സമയം ഒരു 7 മണി 7:00 ആയിട്ടുണ്ടായിരുന്നു, 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേഗം ഗ്രില്ലടിക്കാൻ വിചാരിച്ചു. നമ്മൾ ചിക്കനൊക്കെ വീട്ടിൽ നിന്ന് സെറ്റാക്കി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, മാഗ്നേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഗ്രില്ലടിക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഗ്രില്ലടിക്കുകയാണ്. അതിനിടയ്ക്ക് എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. നല്ല വൈബായിരുന്നു. ശരിക്കും ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ട് ആ ഒരു ദിവസമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോയൊരു പോലെ തോന്നുക. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ ഫാമിലീസ്, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും കേട്ടോ. നല്ലൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമ്മളിതാ ഗ്രില്ലടിക്കാനുള്ള പരിപാടിയിലാണ്. ഏകദേശം ഗ്രില്ലടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡാൻസിലൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, ഈ ഒരു റിസോർട്ട് ഒരിക്കലും മനസ്സിന്ന് മായൂല കേട്ടോ. കാരണം ഇപ്പോഴും ആ ഒരു പിക്ചർ ഇങ്ങനെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. കാരണം നല്ല ഭംഗിയായിരുന്നു. രാത്രിത്തെ വ്യൂ ആട്ടോ ഈ കാണുന്നത് റിസോർട്ടിൻ്റെ. ശരിക്കും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നന്ദുട്ടിയും ചാരുട്ടിയും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു എൻജോയ് ചെയ്തു കേട്ടോ. അതന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെ രാത്രി നമ്മൾ കുറേ ഗ്രില്ലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ അവർ ക്യാമ്പ് ഫയർ നമുക്ക് സെറ്റ് ചെയ്തു കേട്ടോ. എന്താ പറയുക, അവർ തന്നെ നമുക്ക് ഇത് കത്തിച്ച് തരും. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് അവർ വാങ്ങിക്കും കേട്ടോ. പക്ഷെ നമ്മളോടത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ. സാധാരണ ഈ ഒരു ക്യാമ്പ് ഫയർ ഒരു കത്തിച്ച് തരുന്നതിന് 500 ആണ് അവർ വാങ്ങിക്കാറുള്ളത്. നമ്മളോടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ നമുക്ക് എത്രയായി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ടൈം അതിനെക്കൊണ്ട് അധികം ആൾക്കാരും റിസോർട്ടൊക്കെ തപ്പി നടക്കുന്ന ആൾക്കാരായിരിക്കും. നമുക്ക് വിശ്വസിച്ച് നല്ല രീതിയിൽ പോയി വരാൻ പറ്റിയൊരു റിസോർട്ട്, നമുക്കിത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാട്ടോ. ഇവരെപ്പോഴും ക്ലയൻറ്റ്സ് ഉണ്ടാവും എന്ന് അവർ പറഞ്ഞത്. എപ്പോഴും നമ്മളിപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ആയാലും അടുത്ത ഫാമിലി വരും, അങ്ങനെയാണ്, ഒഴിയാറില്ല എന്ന് അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയും റേറ്റിംഗുള്ള നല്ലൊരു റിസോർട്ടാണ്. വണ്ടർ ഹിൽസ് എന്നാട്ടോ ഈ റിസോർട്ടിൻ്റെ പേര് വരുന്നത്. അങ്ങ് ടോപ്പിൽ, ഹില്ലിൻ്റെ ടോപ്പിലാണ് ഈ റിസോർട്ട്. അടുത്തുകൂടെ ഒന്നും ആരും ഉണ്ടാവില്ല. തൊട്ട് താഴെ ഉണ്ട് കേട്ടോ, എന്നാലും നമുക്ക് ശല്യമായിട്ട് അങ്ങനെ ആരും ഒന്നും ഉണ്ടായില്ല.
അപ്പോൾ എല്ലാവരും ഏകദേശം ഒരു 10-11 ആയപ്പോഴത്തേക്കും എല്ലാവരും അടിപൊളിയായി ഡാൻസ് കളിക്കാനും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് നല്ല വൈബായിരുന്നു. പിന്നെ പൂളൊക്കെ നമുക്ക് 10 മണി വരെ ഉള്ളൂ കേട്ടോ അലൗഡ് ആയത്. പിന്നെ പാട്ട് വെക്കാനൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ നമുക്ക് സ്പീക്കറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പാട്ട് നമുക്ക് അവിടുത്തെ സ്പീക്കറിന് അത്ര സൗണ്ട് ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം എന്നൊക്കെ പിന്നെ വിചാരിച്ച് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ഉള്ള സൗണ്ടിൽ നമ്മൾ ഡാൻസ് കളിച്ചു. 10 മണി 10:30 വരെ നമ്മൾ അവിടെ പുറത്തുനിന്ന് കളിച്ചു. പിന്നെ എല്ലാവരും വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. പിന്നെ വേഗം എപ്പോഴോ എല്ലാവരും ഒന്ന് ഉറങ്ങിപ്പോയി, അധികം ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മോർണിംഗ് വ്യൂ ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പം വെയിലായതിനെ കൊണ്ടാണ് കുറച്ച് ഇത്രയും കുറവ്. ഇങ്ങനെ നല്ല ഈ ഫുൾ കോട മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞത്. അത്രയ്ക്ക് ഇപ്പം തന്നെ എന്തൊരു ഭംഗിയാണ് കാണാൻ. നമ്മൾ രാവിലെ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ റിസോർട്ട് എടുത്തത് കേട്ടോ. എന്തൊരു ഭംഗിയാണ് അറിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പുറത്തുള്ള മരം, കാട്, എന്താ മല, കുന്ന് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഫുള്ളായിട്ട് കോട മൂടി. മുകളിൽ ഞാൻ പറഞ്ഞില്ലേ മുകളിലുള്ള റൂം പറയുന്നത് പക്ക നമുക്ക് വ്യൂവിന് പറ്റിയൊരു റൂമാണ് കേട്ടോ. കണ്ടില്ലേ അവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. എന്താ പറയുക എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്കും നേരിട്ട് കാണുമ്പോൾ നല്ല രസമാട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ വ്യൂ പോരായിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തെല്ലാം കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഒരു 8-8:30 വരെ കോട ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ചൂടായതിനെ കൊണ്ടാണ് അത്രയും ടൈം അത്ര വരെ നിന്നിട്ടുള്ളൂ. പക്ഷേ അല്ലാത്ത സമയത്ത് നന്നായിട്ടുണ്ടാവുമെന്ന് അവർ പറഞ്ഞത്. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. പേരക്ക, മാങ്ങ, ഞാൻ പറഞ്ഞില്ല ചാമ്പക്ക, നമ്മൾ അത്യാവശ്യം പേരക്കൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേയില കാട്ടുകൂടിലൊക്കെ കുറച്ച് നേരം നടന്നു. അങ്ങനെ നമുക്ക് 12 മണിയൊക്കെ 12:30 കേട്ടോ ചെക്കൗട്ട് പറഞ്ഞത്. 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് 12:30 പിറ്റേ ദിവസം 12:30 ചെക്കൗട്ട്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നമ്മളെ എന്താ പറയുക പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. നമുക്ക് അപ്പവും മുട്ടക്കറിയും പുട്ടും കടലക്കറിയും പിന്നെ പഴം, ബ്രെഡ്, ജാം ഇതൊക്കെയായിരുന്നു അവർ അലൗഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പവും മുട്ടക്കറിയും അടിപൊളി, നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടോ. നമ്മളൊരു അത്യാവശ്യം 2-3 സ്ഥലത്തൊക്കെ റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാട്ടോ. പിന്നെ എല്ലാവരും പിന്നെയും പോയി പൂളിൽ കുളിച്ചു കേട്ടോ. അത് എനിക്ക് പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പൂളിലൊക്കെ കുളിച്ച് 12:30-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് പോവുക കേട്ടോ. നല്ല വിഷമമുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. ചാരുട്ടിക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. നമുക്ക് ഒരു ദിവസം കൊണ്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ നമ്മൾ ഇഷ്ടപ്പെട്ട് നിന്നുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ടൈം പോയ പോലെയൊക്കെ തോന്നി. കുറച്ചുകൂടി സമയം കിട്ടണമായിരുന്നൊക്കെ തോന്നിപ്പോയിട്ടോ. കാരണം ഫുള്ളായിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്കും എല്ലാവർക്കും മെയിനായിട്ട് അവിടുത്തെ പ്ലാന്റ്സ്, ചെടികളൊക്കെ നോക്കായിരുന്നു പരിപാടി. കാരണം അവിടെ ഒരുപാട് റോസ് പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് എല്ലാവരും വണ്ടിയിൽ നിന്ന് പാട്ടൊക്കെ പാടി. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പൂക്കളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പോവുക. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ.